ഇപ്പോൾ കാണാമോ? കാണാം സാർ, കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇപ്പോൾ അൽ ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയും. നമ്മൾ നേരത്തെ ഫിഅൽ പഠിച്ചു, ഫാഇൽ പഠിച്ചു, മഫ്ഊൽ ബിഹി പഠിച്ചു, മുബ്തദ ഖബർ പഠിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് അൽ ജുംല അൽ ഇസ്മിയ എന്നാണ്. ഇസ്മിയായ ജുംല. അൽ ജുംല അൽ മുഫീദ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒരു ആശയം നൽകുന്ന ജുംലയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഇസ്മിയായ ജുംല എന്ന് പറയുന്നത് നേരത്തെ ഫിഅലിയായ ജുംല പറഞ്ഞതുപോലെ ഫിഅലി കൊണ്ട് തുടങ്ങുന്നത് അൽ ജുംലത്തുൽ ഫിഅലിയ, ഇസ്മ കൊണ്ട് തുടങ്ങുന്നത് അൽ ജുംലത്തുൽ ഇസ്മിയ. അത്രേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ അതിനകത്ത് നമുക്ക് അതിൻ്റെ അർത്ഥം വെച്ച് നോക്കാം, അതിൻ്റെ നിരൂപണവും കായികയും കൂടി പഠിക്കാം. ഓക്കെ. അദ്ദാറു വാസിഅത്തുൻ. അദ്ദാറു വീട്, വാസിഅത്തുൻ വിശാലമായതാണ്. അൽ ജവ്വു മുഅ്തദിലുൻ അന്തരീക്ഷം മുഅ്തദിൽ എന്ന് പറഞ്ഞാൽ മഴയോ വെയിലോ ഒന്നും ഇല്ലാത്ത ഒരു മിതമായ നിലയിലാണ്. നിലയിൽ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല, അന്തരീക്ഷം തെളിഞ്ഞതാണ്. അൽ ഗുബാറു സാഇറുൻ. ഗുബാർ എന്ന് പറഞ്ഞാൽ പൊടി എന്നാണ്, പൊടിപടലങ്ങൾ. അൽ ഗുബാറു സാഇറുൻ പൊടിപടലങ്ങൾ ഇളകുകയാണ്, ഇളകുന്നു. വീട് വിശാലമായതാണ്, അന്തരീക്ഷം അന്തരീക്ഷം തെളിഞ്ഞിരിക്കുന്നു, മിതമായ അവസ്ഥയാണ്, സമശീതോഷ്ണം ആണ്. അൽ ഗുബാറു സാഇറുൻ പൊടി ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അശാരിഉ മുസ്ദഹിമുൻ തെരുവ് തിരക്ക് പിടിച്ചതാണ്. ഇസ്ദഹമ അശാരിഉ തെരുവാകുന്നത്, സ്ട്രീറ്റ്. മുസ്ദഹിമുൻ തിരക്ക് പിടിച്ചതാണ്. അത്വരീഖു ലയ്യിഖത്തുൻ അത്വരീഖു വഴി, ലയ്യിഖത്തുൻ ഇടുങ്ങിയതാണ്. അൽ ഫഅറത്തു മുഖ്തബിഅത്തുൻ ഫഅറത്ത് എന്ന് പറയുക എലി എന്നാണ്. എലി മുഖ്തബിഅത്തുൻ ഇഖ്തബ എന്ന് പറയുക ഒളിച്ചിരിക്കുന്നതാണ്. എലി വെളി വരാറില്ലല്ലോ, എലി ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉദാഹരണങ്ങൾ വായിച്ചതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? അൽ അംസിലത്തു സാബിഖത്തു കുല്ലുഹാ ജുമലുൻ മുഫീദത്തുൻ. അൽ അംസിലത്തു സാബിഖ മുകളിൽ പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം തന്നെ കുല്ലുഹാ ജുമലുൻ മുഫീദ എല്ലാം മുഫീദയായ ജുംലകളാണ്. ആശയം സമ്പൂർണ്ണ ആശയം നൽകുന്ന വാചകങ്ങളാകുന്നു. വകുല്ലു വാഹിദത്തും മിൻഹ അതിലെ ഓരോന്നും, എല്ലാ 6 ജുംലകൾ പറഞ്ഞതിലെ ഓരോ ജുംലകളും മുറക്കബത്തും മിൻ ഇസ്മൈനി 2 ഇസ്മുകളാൽ ഉണ്ടായതാണ്. മുറക്കബത്ത് ഘടിപ്പിക്കപ്പെട്ടത്, രൂപപ്പെട്ടതാണ്. മിൻ ഇസ്മൈനി 2 ഇസ്മുകളാൽ. അവലുഹുമ മുബ്തദഉൻ ഒന്നാമത്തേത് മുബ്തദ ആണ്. വസാനി ഖബറുൻ രണ്ടാമത്തേത് ഖബറാണ്. അപ്പോൾ മുബ്തദ ഖബർ നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. മുബ്തദ എന്ന് പറഞ്ഞാൽ ഒരു വാചകത്തിൻ്റെ ആദ്യത്തിൽ വരുന്ന റഫഉള്ള ഇസ്മ എന്നാണ് പഠിച്ചത്. മുബ്തദ പല രീതിയിൽ വരും, അത് പിന്നീട് നമ്മൾ പല ക്ലാസ്സുകളിൽ പഠിക്കും ഇൻഷാ അല്ലാഹ്. വസാനി ഖബറുൻ രണ്ടാമത്തേത് ഖബറാണ്. അദ്ദാറു വീടാകുന്നത് മുബ്തദ, വാസിഅത്തുൻ വിശാലമാകുന്നു. അൽ ജവ്വു മുഅ്തദിലുൻ അൽ ഗുബാറു സാഇറുൻ. ആദ്യത്തെ ഇസ്മ മുബ്തദവും രണ്ടാമത്തെ ഇസ്മ ഖബറുമാണ്. അപ്പോൾ വസാനി ഖബറുൻ വലി അന്ന കുല്ല ജുംലത്തിൻ മിൻ ഹാദിഹിൽ ജുമലി ഈ ജുംലകളിലെ എല്ലാ ജുംലകളും മബ്ദൂഅത്തുൻ ബി ഇസ്മിൻ അത് ഇസ്മ കൊണ്ട് തുടക്കപ്പെട്ടതാണ്, ഇസ്മ കൊണ്ട് തുടങ്ങിയതാണ്. മബ്ദൂഅത്തുൻ ബദ എന്ന് പറഞ്ഞാൽ തുടങ്ങുക എന്നാണ് ബദ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. മബ്ദൂഅത്തുൻ തുടങ്ങിയതാകുന്നു ബി ഇസ്മിൻ ഇസ്മ കൊണ്ട്. തുസമ്മ ജുംലത്തൻ ഇസ്മിയ. ഇങ്ങനെ ഇസ്മ കൊണ്ട് ഒരു വാചകം ഇസ്മ കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ അതിനെ ജുംലത്തുൻ ഇസ്മിയത്തുൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു വാചകം ഫിഅല് കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ അത് ഫിഅല് ജുംല ഫിഅലിയാണ്. ആ ഫിഅല് മുളാരി ആയാലും മാളി ആയാലും അത് പ്രശ്നമല്ല, അത് ജുംല ഫിഅലിയായിട്ട് തന്നെ പരിഗണിക്കപ്പെടും. അപ്പോൾ ഇവിടെ ഇത്രേ ഉള്ളൂ. പക്ഷേ ഇത് വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും നമ്മൾ
പഠിച്ചു വരുമ്പോൾ ഇത് പ്രധാനമാണ്. ജുംല ഇസ്മിയ എന്നുള്ളത്, ജുംല ഫിഅലിയ എന്നുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ യഷ്തദ്ദുൽ ബർദു, തണുപ്പ് കഠിനമാകുന്നു. അതാണ് ലമഅൽ ബർഖു, ഇടിമിന്നലുണ്ടായി, വെട്ടിത്തിളങ്ങി, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഒരു ജലസൽ വലത്, കുട്ടിയിരുന്നു. ഒരു ഉദാഹരണം പറയൂ. ഒരു ജുംല ഫിഅലിയയ്ക്ക് ഒരു ഉദാഹരണം പറയൂ. ഖറജത്തുല്ലാബു, കുട്ടികൾ പുറപ്പെട്ടു. മനസ്സിലായോ? അപ്പോൾ അതിനെ ജുംല ഫിഅലിയ എന്ന് പറയും. ഇവിടെ നോക്കൂ, അദ്ദാറു വാസിഅത്തുൻ, വീട് വിശാലമായതാണ്. അൽ ജവ്വു മുഅ്തദിലുൻ, അൽ ഗുബാറു സായിർ. അപ്പോൾ അതിൻ്റെ കായിദ നമ്മൾ നോക്കാം. ആ കായിദ നോക്കൂ. കുല്ലു ജുംലത്തിൻ തതറക്കബു മിൻ മുബ്തദഇൻ വ ഖബറിൻ തുസമ്മ ജുംലത്തൻ ഇസ്മിയത്തൻ. മാ ഹുവൽ ജുംല അൽ ഇസ്മിയ എന്ന് വെച്ചാൽ അൽ ജുംലത്തുൽ ഇസ്മിയത്തു ഹിയ കുല്ലു ജുംലത്തിൻ, എല്ലാ ജുംലകളുമാകുന്നു. തതറക്കബു, അത് രൂപം കൊണ്ടിരിക്കുന്നു. മിൻ മുബ്തദഇൻ വ ഖബറിൻ, മുബ്തദനാലും ഖബറിനാലും, മുബ്തദവും ഖബറും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന എല്ലാ ജുംലകൾക്കും തുസമ്മ ജുംലത്തൻ ഇസ്മിയത്തൻ. ഇത്രയേ ഉള്ളൂ. ജുംലത്തുൻ ഇസ്മിയത്തുൻ എന്ന് പറയും. ഇനി അതിൻ്റെ തംരീനുകളിലേക്ക് നമുക്ക് പോകാം.